കേരളത്തിൽ LDF, UDF രണ്ട് ജാഥകൾ ഏതാണ്ട് സമാന്തരമായി നടക്കുകയായിരുന്നു. LDFന്റെ 3 മേഖലാ ജാഥകൾ, മറുവശത്ത് UDFന്റെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര, മറ്റൊരു വികസന ജാഥ. ഈ രണ്ട് യാത്രകൾ നിഷ്പക്ഷമായി കമ്പയർ ചെയ്താൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ജനങ്ങൾ കൂടുതൽ ആവേശത്തോടെ പങ്കെടുക്കുന്നത് പുതുയുഗ യാത്രയിൽ തന്നെയാണ്. അതിന് കാരണം ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റിനോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായ ഒരു വികാരം കേരളത്തിലുണ്ട്. 10 വർഷമായി ഭരിക്കുമ്പോൾ ഏത് ഗവൺമെന്റിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടാവും. നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പൊ ശബരിമല പോലെയുള്ള വിഷയമുണ്ട്, ജനങ്ങൾക്ക് നേരെയുള്ള ഇപ്പൊ പോലീസ് നയം എന്ന് പറയുന്നതുണ്ട്, ഏറ്റവും ഒടുവിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ. അതിനോടുള്ള ഇറസ്പോൺസിബിൾ ആയ നിരുത്തരവാദപരമായ സമീപനം. ഈ ആരോഗ്യമന്ത്രി ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടായ സംഭവങ്ങളുടെ മുഴുവൻ ഹർഷീനയുടെ 5 കൊല്ലം മുമ്പ് കഴിഞ്ഞ കോഴിക്കോട് കത്തിനകത്തിട്ടിട്ട്, അപ്പൊ ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നു. നിരവധി ഇത്തരം പരാതികൾ, ഞങ്ങൾ തന്നെ പല പരാതികളും കൊടുത്തിട്ടുണ്ട്. മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൈ പോയതുണ്ടായിട്ടുണ്ട്, വിരൽ പോയതുണ്ടായിട്ടുണ്ട്, മാറിയോ സർജറി ചെയ്തുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ സംഭവമാണ്. ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനോടുള്ള ഭരണകൂടത്തിന്റെ റെസ്പോൺസ് എന്താ? ഈ മന്ത്രി സ്ഥിരം പറയുന്നത് ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹർഷീനയുടെ മുതൽ ഇപ്പോൾ ഈ ലക്ഷ്മി അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വരെയുള്ള ഏതെങ്കിലും കേസിൽ നടപടി എടുത്തോ? 5 കൊല്ലമായില്ലേ? ഞാൻ റിപ്പോർട്ട് തേടിയിട്ട് എന്താ കാര്യം? റിപ്പോർട്ട് തേടിയാൽ പോരല്ലോ, നടപടി എടുക്കണ്ടേ? നടപടി ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ ഒന്ന് സസ്പെൻഡ് ചെയ്യും, മാറ്റിവെക്കും. ഇപ്പൊ തന്നെ എന്താ, ഇതിൽ ഡോക്ടർക്ക് കുറ്റമില്ല, നേഴ്സ് എണ്ണിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഇതൊരു മനുഷ്യന്റെ ജീവനെ കുറിച്ചല്ലേ സംസാരിക്കണേ? ആ ലളിതാംബിക എന്ന് പറയുന്ന ഒരു ഡോക്ടറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവര് പറഞ്ഞ ഡയലോഗ് കേട്ടാൽ ലോകത്ത് മനുഷ്യരാണെങ്കിൽ നിൽക്കും. അതിന് മന്ത്രി എതിർത്തിരുന്ന കാര്യം, ലളിതാംബിക ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഇത് പറയാൻ ലളിതാംബിക അവിടെ ഉണ്ട്, ഇത് പറഞ്ഞ ലളിതാംബിക അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗൗരവതരമായ വിഷയമായി എടുക്കുന്നില്ല. ആരോഗ്യരംഗത്ത് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ ആശുപത്രികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ എക്യുപ്മെന്റ് വാങ്ങിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴും പലയിടത്തും ചികിത്സാ സൗകര്യങ്ങളില്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, സ്റ്റാഫ് വളരെ കുറവാണ്. ഇതൊക്കെ നേരത്തെ അറിയാലോ. അതെന്താ ദൂരം ചെയ്യാൻ? എന്നിട്ട് മന്ത്രി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, സിസ്റ്റം. ഞാൻ ഉദാഹരണം പറഞ്ഞത്, സിസ്റ്റത്തിന് തകരാറിന് ആരാ സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്? നമ്മളാണ്? മന്ത്രിയാണോ? മന്ത്രിസഭയാണോ? പറയണ്ടേ? ഇതൊരു കപ്പലാണ്, കപ്പിത്താനുണ്ടെന്നൊക്കെ പ്രസംഗിച്ച ആളല്ലേ. അപ്പൊ അതുകൊണ്ട് ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ മറ്റാരോ പറഞ്ഞതുപോലെ വീണ ജോർജ് നല്ല കക്ഷിയാണ്, പക്ഷെ അവർ ആരോഗ്യമന്ത്രി ആയിരിക്കാൻ പറ്റില്ല. ആങ്കറായിട്ട് പോവാം, ഏതെങ്കിലും ചാനലിൽ ആങ്കറായി പോയാൽ വളരെ നല്ലതാണ്. ഇതാണ് അവർക്കുള്ളത്. അപ്പോൾ ശബരിമല ആയാലും ആരോഗ്യമായാലും മറ്റ് വിഷയങ്ങളായാലും നിരവധി വിഷയങ്ങളിൽ ഗവൺമെന്റിനെതിരുണ്ട്. പറയുമ്പോൾ പെൻഷൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും, പക്ഷേ ഗവൺമെന്റിന് എതിരായൊരു വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്, അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ആ വികാരം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അത് വേണ്ട രീതിയിൽ മുതലാക്കുകയും അത് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ അത് പക്വതയോടെ ഇടപെടുകയും ചെയ്യാൻ കഴിഞ്ഞാൽ UDFന് ഗുണകരമാണ്. 100 സീറ്റ് കിട്ടുമോ, 100 കുറവ് വരുമോ എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. അത് അവരുടെ ആത്മവിശ്വാസമാണ്. ഏത് പാർട്ടി പറയും ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടുന്നു, ഇപ്പൊ LDFനോട് 140 സീറ്റും കിട്ടുമെന്ന് പറയും, അത് അവരുടെ വിഷയം. പക്ഷേ ഇപ്പോൾ അഡ്വാൻറ്റേജ് UDF ആണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഏതാൾക്കും അറിയാം. ഇനി ഇതിന് മാറ്റം വരുമോ, എത്രയൊക്കെ മാറും, സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്ത് വരും? രണ്ടാമത്തെ വിഷയമാണ് ആര് മുഖ്യമന്ത്രി എന്നത്. ഭൂരിപക്ഷം കിട്ടിയാൽ ആരാ മുഖ്യമന്ത്രി എന്നുള്ളത് കോൺഗ്രസിൽ സാധാരണ രീതിക്ക് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. ഒരു തർക്കമില്ല. ഭൂരിപക്ഷം MLA മാരുടെ അഭിപ്രായം എടുത്ത് ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ഹൈക്കമാൻഡ് എന്നൊരു സംവിധാനം ഇതുണ്ട്. ഇപ്പോൾ VD സതീശനാവുമോ, രമേശ് ചെന്നിത്തലയാവുമോ, കെ മുരളീധരനാവുമോ, വേറെ ആരെങ്കിലും ആവുമോ എനിക്കറിയില്ല. അങ്ങനെ ആവുമോ എന്ന് തീരുമാനിക്കാൻ ഹൈക്കമാൻഡിന് കഴിയും. തീർച്ചയായിട്ടും അപ്പോൾ മാത്രമേ മുഖ്യമന്ത്രി ആരാണെന്ന് പറയാൻ പറ്റൂ. ഞാൻ അതിൽ വലിയ കുറ്റം കാണുന്നില്ല. ചില ആളുകൾ പറയുമ്പോൾ തർക്കം ഉണ്ടാവണമെന്നേ. ഇപ്പൊ പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ആരാ LDFന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ തർക്കം ഇപ്പൊ തുടങ്ങൂലേ? രാവിലെ തുടങ്ങൂലേ? ആരാവും എന്ന ചോദ്യത്തിന് ചോദിച്ചാൽ അപ്പൊ തിരുവടി. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാണെന്ന് ആദ്യം തീരുമാനിച്ചു പോകലൊന്നും അല്ല തെരഞ്ഞെടുപ്പിൽ. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുഖ്യമന്ത്രയെ തീരുമാനിക്കും. ഭൂരിപക്ഷം കിട്ടിയാൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, പാർട്ടി നേതൃത്വം ഇവരെല്ലാം ചേർന്നാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ആ തർക്കത്തിൽ ഇപ്പൊ വലിയ പ്രസക്തിയുമില്ല. കാരണം ഇപ്പോൾ ചോദ്യം ഒന്നാണ്, ഈ ഗവൺമെന്റ് മൂന്നാമതും വരണോ, ഈ ഗവൺമെന്റ് വരേണ്ടതില്ല, പിണറായി 3-0 വേണോ വേണ്ടയോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലം വേണ്ട എന്നാണെങ്കിൽ യു ഡി എഫിന് അനുകൂലമായിരിക്കും. അതെല്ലാം നമ്മൾ സാധാരണ പറയാം. യു ഡി എഫിന് അനുകൂലമായി യു ഡി എഫ് അവർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും, മന്ത്രിമാരെ തിരഞ്ഞെടുക്കും. ദാറ്റ്സ് ഓൾ. അതൊക്കെ അവരുടെ ഇഷ്ടം. അത് വരട്ടെ. അതല്ല ഇപ്പൊ ചർച്ചാ വിഷയം. ആ ചർച്ചാ വിഷയത്തിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന തർക്കത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾക്കകത്ത തർക്കത്തിനോ ഒന്നും പ്രസക്തിയില്ല. എല്ലാ പാർട്ടിയിലും ഉണ്ടാവും എന്തെങ്കിലും തർക്കങ്ങൾ അങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അത് നടക്കണ്ടാവും. ചില പാർട്ടികളുടെ കാര്യം അറിയില്ല, ചില പാർട്ടികളുടെ കാര്യം പുറത്തറിയും. അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാ പാർട്ടിയിലും ഓരോ നമ്മൾ പുറത്തറിയുന്നു. CPM തന്നെ എത്രയോ നേതാക്കന്മാർ വിട്ടുപോയിരുന്നു, CPM ആയിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു വരുന്നു. പല സ്ഥലത്തും CPM നിന്ന് കോൺഗ്രസിലേക്ക് ആളുകൾ വരുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടൊക്കെ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ആളുകളൊക്കെ എല്ലാവരും നല്ല ആളുകളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറയില്ലേ, ടെന്നീസ് കളിക്കുമ്പോൾ അഡ്വാൻറ്റേജ് ഇവർക്കാണ്. അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്ന് ആണ് നമുക്ക് ഇപ്പൊ കരുതാൻ കഴിയുക.